ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കാർത്തിക നക്ഷത്രത്തെ പറ്റിയാണ്. കാർത്തിക നക്ഷത്രം മൂന്നാമത്തെ നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക മേടക്കൂറിലും ബാക്കിയുള്ള 45 നാഴിക ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രമാണ് കാർത്തിക. കാർത്തിക ഒരു അശ്വിനി നക്ഷത്രമാണെങ്കിൽ പോലും അത് സ്ത്രീ നക്ഷത്രമാണ്. കാർത്തികയുടെ അഗ്നി നക്ഷത്രമാണ്. അതുകൊണ്ട് വേണ്ട തേജസ്സും ഐശ്വര്യവും ഉന്മേഷവും ഒക്കെ ഉണർന്നറിഞ്ഞ ആൾക്കാരായിരിക്കും കാർത്തിക നക്ഷത്രക്കാർ. അപ്പോൾ മേടരാശി കൂറുകാരനായിരിക്കുന്ന അതിൻ്റെ അധിപൻ ചൊവ്വയായതുകൊണ്ട് ഒരു ഉത്സാഹവും മേധാവിത്വവും ഒരു സ്വാശ്രയശീലവും ഉന്മേഷവും ഉണർവും ഓജസ്സൊക്കെ പ്രകടിപ്പിക്കുന്ന നക്ഷത്രക്കാരും കൂടിയാണിത്. ഏത് കാര്യം വിചാരിച്ചാലും അവിടെ ആദ്യത്തിന് സാന്നിധ്യം നിലനിൽക്കുന്നതുകൊണ്ട് കാര്യത്തിൻ്റെ ഗൗരവത്തോട് സമീപിക്കുക. പല കാര്യങ്ങളും വിചാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പൂർത്തീകരണം വരെ അശ്രാന്ത പരിശ്രമം ചെയ്ത് വിജയിപ്പിക്കുക. കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നിവർത്തിച്ചു കൊണ്ടുപോവുക. അവനവനൽപ്പം ദുഃഖങ്ങൾ അനുഭവിച്ചാലും കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങൾ പൂർത്തീകരിക്കുന്ന എന്ത് സാഹസവും ചെയ്യുക എന്നൊക്കെയുള്ള സ്വഭാവം കാർത്തിക നക്ഷത്രക്കാർക്ക് ഉണ്ടാവുന്നതാണ്. സ്ത്രീ നക്ഷത്രമായതുകൊണ്ട് ആർദ്ര സ്വഭാവം ഉണ്ടാവുന്നതാണ്. മറ്റുള്ള ആൾക്കാർ വിഷമം കേൾക്കാനും അത് കേട്ട് പ്രവർത്തിക്കാനും ഇവർക്ക് സാധിക്കുന്നതാണ്. ഒരു അഗ്നി നക്ഷത്രമായതുകൊണ്ട് ഒരു ഊർജ്ജസ്വലത എപ്പോഴും ഇവർ പ്രകടമായി കാണുന്നതാണ്. കാണുമ്പോൾ ഒരു പരിക്കൻ സ്വഭാവമായിട്ട് തോന്നിയെങ്കിൽ തന്നെയും ഒരു ആർദ്രതയിലുള്ള സ്വഭാവവും നിഷ്കളങ്കമായിരിക്കുന്ന രീതിയായിരിക്കും ഇവിടെ ഉണ്ടാവുക. മറ്റുള്ള ആൾക്ക് സഹാനുഭൂതി കാണിക്കുക, സുഹൃത്തുക്കളെയും സഹോദരങ്ങളെയൊക്കെ വളരെ കാര്യമായി പരിഗണിക്കുക. മാത്രമല്ല നല്ല കുടുംബസ്നേഹികളായിരിക്കും ഇവർ. മനസ്സിൽ കളങ്കമില്ലാതെ സ്നേഹത്തോട് പെരുമാറുന്ന സ്വഭാവവും ഏത് ദുരിതസ്ഥിതിയിലും അധ്വാനിച്ച് വിജയം നേടാനും അതിൻ്റെ ഫലം എല്ലാവർക്കും ഒരുപോലെ അനുകൂലമാക്കിയെടുക്കാനും ഇവർ സദാ യത്നിക്കുന്നതായിരിക്കും. പല പ്രകാരത്തിലും ജീവിത വിജയം നേടാൻ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ജീവിതത്തിൻ്റെ തുടക്കത്തിൽ കുറേയധികം ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കുന്നെങ്കിൽ തന്നെയും കുടുംബത്തിന് വലിയ സഹായമൊന്നും കിട്ടുമെന്ന് വരുന്നില്ല. എങ്കിൽ പോലും അതിനൊക്കെ അവഗണിച്ചുകൊണ്ട് നേട്ടമുണ്ടാക്കാനും സ്വന്തം പരിശ്രമം കൊണ്ട് ഒരുപാട് വിജയം ഉണ്ടാക്കാനും ഇവർ ശ്രമിക്കുന്നതായിരിക്കും. അന്യദേശവാസം ചെയ്യുന്നതിനും അന്യദേശത്ത് പ്രവർത്തിയെടുക്കുന്നതിനും ഇവർക്ക് പല അവസരം വന്നു ചേരുന്നതാണ്. ജീവിതത്തിൽ കച്ചവടം മുതലുള്ള കാര്യം ചെയ്യുന്നതിനും ഇവർക്ക് സാധിക്കുന്നതാണ്. എന്നാൽ തുടക്കത്തിൽ ചെയ്യുന്ന കച്ചവടം പലതും നഷ്ടത്തിലായി തീരാനും അത് എന്നും വിചാരിച്ചുകൊണ്ടിരിക്കാതെ അതിൽ നിന്ന് നേട്ടം ഉണ്ടാക്കാനും വിജയം ഉണ്ടാക്കിയെടുക്കാനും ഇവർ സദാ യത്നിക്കുന്നതായിരിക്കും. അങ്ങനെ ഒരുപാട് ലാഭം ഉണ്ടാക്കി ജീവിതത്തിൻ്റെ മധ്യാഹ്നഘട്ടം മുതൽ ഒരുപാട് വിജയം ഉണ്ടാക്കാൻ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും. സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കുന്ന ഭൂമി ലഭ്യത ഉണ്ടാക്കി തീർക്കുക, സ്വന്തം ഗ്രഹമുണ്ടാക്കുക മുതലായ കാര്യങ്ങളൊക്കെ ഇവരുടെ ലക്ഷ്യങ്ങളിൽപ്പെടുന്നതായിരിക്കും. ഇടവക്കൂറിൽ ജനിക്കുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് കലാപരമായ കഴിവുകളെല്ലാം കുറച്ച് കൂടുതലായിരിക്കും. നല്ല സ്നേഹ രൂപത്തിലുള്ള കുടുംബ ജീവിതവും സന്താനങ്ങളെ കൊണ്ടുള്ള അഭിവൃദ്ധിയും അവർക്ക് വന്നു ചേരുന്നതായിരിക്കും. ഏത് പ്രവൃത്തി ചെയ്യുന്നതിനും ഒരു മടി ഉണ്ടാവുകയില്ല. അപ്പോൾ അതുപോലെ തന്നെ നല്ല സഹായം ചെയ്യുന്നതിനും കുടുംബത്തിനെ ഉള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെയൊക്കെ രക്ഷപ്പെടുത്തുന്നതിനും ഇവർ സദാ സന്നദ്ധരായി തീരുന്നതാണ്. മറ്റുള്ള ആൾക്കാരെ കൂടുതൽ സഹായിക്കാൻ വലിയ താല്പര്യം കാണിക്കുന്നതിന് പോലും കൂടെ നിൽക്കുന്ന ആൾക്കാരെ ഒരിക്കലും ഒഴിവാക്കുകയില്ല. അവരുടെ ക്ഷേമാന്വേഷണം സദാ ശ്രദ്ധിക്കുകയും പല കാര്യങ്ങൾക്കും അവനും കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും മറ്റുള്ളവർക്ക് ഗുണം ചെയ്യാനായിട്ട് ഇവർ സന്നദ്ധരായി തീരുന്നതാണ്. മാതാപിതാക്കളെ വളരെ ബഹുമാനത്തോടുകൂടിയും ആദരവോടുകൂടി സ്നേഹിക്കുന്നതിനും അവരുടെ കാര്യം ചെയ്തു കൊടുക്കുന്നതിനും ഇവർക്ക് യാതൊരു മടിയും ഉണ്ടാവുകയുമില്ല. ഒരു അർത്ഥകാലം മുതലാണ് ഇവരുടെ ജീവിതത്തിൻ്റെ പ്രാധാന്യം തുടങ്ങുക. തുടക്കത്തിൽ ജനിക്കുന്നത് സൂര്യദശയിലാണ് ജനനം ഉണ്ടാവുക. സൂര്യദശ ഏകദേശം 3 വർഷം കിട്ടുമെങ്കിൽ തന്നെയും ഒരു 38 വയസ്സിന് ശേഷമുള്ള ഉയർച്ചയായിരിക്കും ഇവർക്ക് സംഭവിക്കുക. രാഹുർദേശയുടെ മധ്യഘട്ടത്തിൽ ഒരുപാട് സാമ്പത്തിക ബാധ്യതകളും വിഷമതകളും മാനസിക പ്രയാസങ്ങളൊക്കെ അനുഭവിക്കേണ്ട അവസ്ഥ വന്നു ചേരുന്നതായിരിക്കും. എന്നാലും പുതിയ കർമ്മങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പുതിയ ജോലികൾ ഏറ്റെടുത്തുകൊണ്ട് അത് വിജയിപ്പിക്കാനുള്ള സദാ ജാഗ്രത ഇവർ കാണിക്കുന്നതായിരിക്കും. ബഹുമാനത്തോടുകൂടി പെരുമാറുക, പല ആൾക്കാരുടെയും കാര്യങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുക, അതിന് മേധാവിത്വം വഹിക്കുക, നേതൃത്വം കൊടുക്കുക മുതലായ കാര്യം ചെയ്യുന്നതാണ്. കുടുംബത്തിലാണെങ്കിലും മറ്റുള്ള സഹോദരങ്ങളെ അപേക്ഷിച്ചിട്ട് കുടുംബത്തിൻ്റെ കാര്യങ്ങളെല്ലാം സീരിയസ് ആയിട്ട് ചെയ്യാനും നേതൃത്വത്തോട് ചെയ്യാനും ഇവർ തയ്യാറാവുന്നതായിരിക്കും. ദാമ്പത്യത്തിലാണെങ്കിലും നല്ല പങ്കാളിയായിരിക്കും ഇവർ. പലർക്കും സ്നേഹബന്ധത്തിൽ കൂടിയുള്ള വിവാഹമായിരിക്കും നടക്കുക. ഇല്ലെങ്കിലും ഏതെങ്കിലും സ്നേഹബന്ധമൊക്കെ ഇടയ്ക്ക് വന്നു പോവുകയും ചെയ്യുന്നതാണ്. ജീവിതത്തിൻ്റെ എല്ലാ നല്ല വശങ്ങളും ആലോചിച്ചുകൊണ്ട് സമൂഹത്തിന് ഉപകാരമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ടും നേട്ടങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. ചില കാർത്തിക നക്ഷത്രക്കാർ നല്ല നിലയ്ക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും
അത് മുഖാന്തരം കുറച്ച് പേരുദോഷമൊക്കെ കേൾക്കാനും ഒക്കെ സാധ്യത വന്നു ചേരുന്നതാണ്. കൃഷിക്കാരായിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ഉന്നത വിജയം നേടാൻ സാധ്യത ഉണ്ടാവുന്നതാണ്. 2026 ഫെബ്രുവരി മാസം ശേഷം നല്ലൊരു അനുഭവ കാലമാണ് ഇവർക്ക് വന്നു ചേരുന്നത്. കർമ്മത്തിൻ്റെ പ്രാധാന്യം, പുതിയ കർമ്മ നേട്ടങ്ങൾ, സാമ്പത്തിക അഭിവൃദ്ധികൾ, കുടുംബത്തിൻ്റെ ഉയർച്ച മുതലായ കാര്യങ്ങളും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായിട്ട് സാമ്പത്തികം മുടക്കിക്കൊണ്ട് അവരെ നല്ല നിലയിൽ പറഞ്ഞുവിടാനുള്ള സാധ്യത വന്നു ചേരുന്നതാണ്. വിദേശത്തുള്ള ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും ജോലിയുടെ ഉയർച്ച, സ്ഥാനമാറ്റം, സാമ്പത്തിക നേട്ടം മുതലായ കാര്യങ്ങളൊക്കെ 2026 ഫെബ്രുവരി മാസത്തിന് ശേഷം വന്നു ചേരുന്നതാണ്. പ്രത്യേകിച്ച് 4ാമത്തെ രാശി കൊണ്ട് ചിന്തിച്ചാൽ ജൂൺ 2-ാം തീയതിക്ക് ശേഷം വ്യാഴം ഉച്ചസ്ഥനായി നിൽക്കുന്നതായതുകൊണ്ട് ഭാഗ്യാധിപത്യം വഹിച്ച ഗ്രഹമാണ് വ്യാഴം. അപ്പോൾ ഭാഗ്യഗുണങ്ങൾ മേടക്കൂറുകാരെ സംബന്ധിച്ചും കുടുംബത്തിൻ്റെ അവസ്ഥയും അഭിവൃദ്ധിയും നടക്കുന്നതായിരിക്കും. സന്താനങ്ങളുടെ കർമ്മം, വിവാഹം മുതലായ കാര്യങ്ങൾക്ക് സാധ്യത വന്നു വരികയും അതുകൊണ്ടുള്ള മാനസിക സന്തോഷം, കുടുംബസുഖം മുതലായ ഗുണങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നതായിരുന്നു. ഇവർക്കും ചില ശാരീരിക ക്ലേശങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പൂർണ്ണ ആരോഗ്യത്തോടുകൂടി നല്ല നിലയ്ക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇടയ്ക്ക് മെഡിക്കൽ ചെക്കപ്പൊക്കെ നടത്തിയിട്ട് രോഗത്തിൻ്റെ വിഷമാവസ്ഥ മനസ്സിലാക്കി ശാരീരികാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ചാൽ നന്നായിരിക്കും. ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും നേട്ടമുണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണ് 2026 ഫെബ്രുവരി മാസമുള്ള കാലഘട്ടം. അത് എപ്പോഴും ജാഗ്രതയോടെ ഇരുന്നാൽ മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ദോഷങ്ങൾക്കും വിഷമതകൾക്കെല്ലാം പരിഹാരമായിട്ട് ദേവീക്ഷേത്ര പരിഹാരവും ഗണപതി ക്ഷേത്ര പരിഹാരം ചെയ്യുന്നു നന്നായിരിക്കും. സ്വന്തം കുടുംബത്തിൽ കുടുംബക്ഷേത്രമുള്ള ആൾക്കാരാണെങ്കിൽ മാസം തോറുമുള്ള കുടുംബക്ഷേത്ര ദർശനം നടത്തുകയും ഉചിത പരിഹാരം ചെയ്യുന്നത് ശ്രേയസ്സിന് കാരണമായി തീരുന്നതാണ്. പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവമായതുകൊണ്ട് പലരോടും അകാരണമായ ശത്രുതയും മറ്റുള്ള ആൾക്കാരുടെ വിപരീതാവസ്ഥയും ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് ഓരോ കാര്യം പറയുമ്പോഴും ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധിച്ച് സംസാരിക്കുകയാണെങ്കിൽ നല്ല നിലയ്ക്ക് ജീവിതം മുന്നോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. കൂടുതൽ 26-ന് ശേഷം ഭൂസ്വത്തുക്കൾ വാങ്ങുന്നതിനും വാഹനം മാറുകയോ പുതിയത് വാങ്ങുകയോ ചെയ്യാനുള്ള സാധ്യത വന്നു ചേരുന്നതാണ്. എന്തുകൊണ്ടും കുടുംബത്തിൻ്റെ അഭിവൃദ്ധിയാണ് ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് 2026 മുതൽ വരാനിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചിട്ട് ഒരുപാട് ഭാഗ്യഗുണങ്ങൾ ഈ വർഷം നിങ്ങൾക്ക് ലഭ്യമായി തീരുന്നതാണ്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഇഷ്ട ക്ഷേത്രങ്ങളിൽ പോയിട്ട് പരിഹാരം ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നീട് ജൂൺ മാസത്തിന് ശേഷം പുണ്യക്ഷേത്രം ദർശനം നടത്താനുള്ള സാധ്യത വരുന്നതാണ്. ആ ക്ഷേത്ര ദർശനമോ അല്ലെങ്കിൽ ടൂർ പോലുള്ള പരിപാടികളൊക്കെ നടത്താൻ നമുക്ക് സാധിക്കുന്നതായിരിക്കും. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക, ദോഷങ്ങൾക്കുള്ള പരിഹാരം ചെയ്യുക. ഇനി ജ്യോതിഷ സംബന്ധമായ എന്ത് പ്രശ്നമുണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ സംശയ നിവൃത്തി വരുത്തി കൊടുക്കുന്നതായിരിക്കും. ഇതൊക്കെയാണ് കാർത്തിക നക്ഷത്രത്തെ പറ്റി പറയാനുള്ളത്. നമസ്കാരം.